ആദ്യമായിട്ടാണ് ഞാൻ ആലപ്പുഴ പ്രസ് ക്ലബിലെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വരുന്നത്. ഇത് മാത്രമല്ല, പഴയ കർമ്മക്ഷേത്രമാണ്. ഞാൻ ഈ പ്രസ് ക്ലബിന്റെ ഭാരവാഹിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിന് നിങ്ങൾ എല്ലാവരെയും ഞാനൊരു ദൃശ്യം ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒരു പ്രൊജക്ടറില്ല, ലാപ്ടോപ്പിലാണ് ഇതൊന്ന് കാണുന്നത്. ഇപ്പോഴ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങള് ഏതെങ്കിലും ഒരു മുജാഹിദ് സമ്മേളനത്തിന്റെ വേദിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ഇസ്ലാം മത പ്രഭാഷണ വേദിയിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളല്ല നിങ്ങൾ കണ്ടത്. ഒരു സർക്കാർ സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭയിലെ 43-ാം വാർഡില് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെയും ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സർക്കാർ സഹകരണത്തോടുകൂടി നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ 2018 മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ. അതിന്റെ ശാഖയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത്. കായംകുളം നഗരസഭയിലെ 43-ാം വാർഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത്. ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ CPIM ആണ്. എന്ന് മാത്രമല്ല, അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി CPIM നേതാവ് കൂടിയായ ശ്രീമാൻ സജി ചെറിയാനായിരുന്നു. അതിന്റെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം MLA CPIMന്റെ ജില്ലാ സെക്രട്ടറി അംഗവുമായ ശ്രീമതി പ്രതിഭയായിരുന്നു. അപ്പൊ അങ്ങനെ CPIM നേതൃത്വം നൽകുന്ന നഗരസഭയും CPIMന്റെ നേതാക്കന്മാരും പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. ആകെ പ്രത്യേകത ഈ 43-ാം വാർഡ് ഭരിക്കുന്നത് അല്ല അവിടുത്തെ മെമ്പർ മുസ്ലിം ലീഗ് ആണ് എന്ന് മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സ്ഥാനമൊന്നുമില്ലേ? അതോ അവിടെ ശരീഅത്ത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത്? എന്തിനാണ് ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തില് ഒരു മത ചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഭരണഘടന കുന്തവും കുടച്ചക്രവും ഒക്കെയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള മന്ത്രി ആയതുകൊണ്ടാണോ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആ ചടങ്ങിൽ കൊടുക്കാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ചാലിശ്ശേരി തങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രാർത്ഥനാ ചടങ്ങ് നടന്നത്. ഞാൻ ചില മുസ്ലിം സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത്, പിന്നെ റാത്തീബ് ദുആ മജ്ലിസ്, റാത്തീബ് പ്രാർത്ഥന അല്ലെങ്കിൽ ദുആ മജ്ലിസ്, സാങ്കേതികമായി തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ വ്യവഹാര പദങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവിടെ റാത്തീബ് ചടങ്ങ് നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടത്തുകയും അതിന് മതേതരത്വം എന്നുള്ളത് വലിയ വായിൽ പുരപ്പുറത്ത് കയറുമെന്ന് പറയുന്ന CPIMന്റെ നേതാക്കന്മാര് ഒത്താശ ചെയ്തു കൊടുത്തതും എന്നും അറിയാൻ താല്പര്യമുണ്ട്.
ഇന്ത്യൻ ഭരണഘടനയാണ് ഭാരതത്തിൽ നിയമ സംവിധാനത്തിലേക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. ഭരണഘടന അനുസൃതമായാണ് സർക്കാർ പരിപാടികൾ നടത്തേണ്ടത് എന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കായംകുളം നഗരസഭയിൽ ശരിയത്ത് നിയമമാണോ നടപ്പാക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നത്? അതിന് CPIM കുടപിടിക്കുകയാണോ? ഇതേപ്പറ്റി സംസ്ഥാന സർക്കാർ, ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവര് വിശദീകരണം നൽകണം. കാരണം ഇത് ഇന്ത്യ പോലെയുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരം ഒരു ചടങ്ങാണിത്. അവിടെ മുസ്ലിം ജനസംഖ്യ കൂടുതലുണ്ട് 43-ാം വാർഡിൽ. സാങ്കേതികമായി അത് ശരിയാണ്. അങ്ങനെ അതാത് ഡെമോഗ്രാഫിയുടെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഇനി നടത്തേണ്ടത്? പൊതുഖജനാവിന്റെ പണം ചെലവഴിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളിലൊക്കെ മതപരമായ ചടങ്ങുകൾ നടത്തുന്ന പതിവ് സംസ്ഥാന സർക്കാരിനുണ്ടോ? അതോ പ്രത്യേക മതവിഭാഗം എന്ന എന്തെങ്കിലും പരിഗണന കായംകുളത്തോ സംസ്ഥാനത്തോ മുസ്ലിം മതവിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ടോ? മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാക്രമങ്ങളോട് ഇതാണോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നൊക്കെയാണ് മതേതര കേരളം എന്ന് പുകഴ്പെറ്റ അല്ലെങ്കിൽ നാം ഒക്കെ അഭിമാനിക്കുന്ന കേരളം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് സാംസ്കാരിക കേരളത്തിന് മാത്രമല്ല, ഏതൊരു പുരോഗമന ജനാധിപത്യ സമൂഹത്തിനും അപമാനകരമാണ്. ഇത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണ്. ഇതിനെതിരെ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ഇത്തരത്തിൽ ഏകപക്ഷീയമായ രീതിയിൽ ഏതെങ്കിലുമൊക്കെ മതത്തിന്റെ ചട്ടക്കൂടിലേക്ക് സർക്കാരിനെ കൊണ്ടുചെന്ന് കെട്ടുന്ന നടപടി CPIM അടിയന്തരമായി അവസാനിപ്പിക്കണം. കായംകുളം നഗരസഭയിൽ മുസ്ലിം ലീഗും CPIM ചേർന്ന് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ തെളിവാണ് ഇത്. മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ സർക്കാർ പരിപാടിയെ ഇത്തരത്തിൽ വികലമാക്കിയത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ശ്രീമാൻ സജി ചെറിയാൻ. ജില്ലയിലെ തന്നെ മുതിർന്ന, സംസ്ഥാനത്തെ തന്നെ മുതിർന്ന CPIM നേതാവാണ്. നഗരസഭ ഭരിക്കുന്നത് CPIM ആണ്. ആരോഗ്യ വകുപ്പ് ഭരിക്കുന്നത് CPIM ആണ്. ആഭ്യന്തര വകുപ്പ് കൈകാളുന്നത് CPIM ആണ്. മുഖ്യമന്ത്രി CPIMന്റേതാണ്. അപ്പൊ അങ്ങനെ CPIMന്റെ സർവാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തിനാണ് ഇത്ര നഗ്നമായ ഒരു മത ചടങ്ങ് അവിടെ നടത്തിയത്? അതിന് സജി ചെറിയാനും പ്രതിഭയും എന്തിനാണ് അതിന് കൂട്ടുപിടിച്ചത്? അവരുടെ മൗന അനുവാദത്തോടു കൂടിയാണ് ഇത്തരം ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് ഒരു രീതിയിലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇതിന് മന്ത്രിയോ നേതാക്കന്മാരോ നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സമാജത്തോട്, സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് BJPയുടെ ആലപ്പുഴ ജില്ലാ ഘടകം നേതൃത്വം നൽകും. അങ്ങനെയാണോ ഒരു ഉദ്ഘാടനം മന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ഒരു കെട്ടിടം അങ്ങനെ തോന്നിവാസത്തിന് വിട്ടുകൊടുക്കുന്ന പതിവുണ്ടോ? ഒരു മന്ത്രി, അതെ, മന്ത്രി വരാൻ പോകുന്ന ഒരു കെട്ടിടം, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ല. അവിടെ എന്തും നടത്താൻ അനുവദിക്കുമോ പോലീസ്? മന്ത്രി വരുന്നു, MLA വരുന്നു, നഗരസഭയുടെ മുനിസിപ്പൽ ചെയർമാൻ വരുന്നു. അങ്ങനെ ഒരു കെട്ടിടത്തിൽ എന്ത് തോന്നിവാസത്തിനും വിട്ടുകൊടുക്കുന്ന പതിവ് കേരള പോലീസിനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊന്നും മറുപടി പറയാനില്ല. അങ്ങനെയാണോ സാധാരണ ഇവിടെ? മന്ത്രിയുടെയോ നഗരസഭയുടെ അനുമതി ഇല്ലാതെ ചടങ്ങുകൾ നടത്താൻ പറ്റുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ഇന്നലെ അനധികൃതമായാണ് നടത്തിയതെന്നാണ് നഗരസഭ പറയുന്നത്. നഗരസഭ കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്കറിയില്ല. നഗരസഭയ്ക്ക് ഇനി അങ്ങനെ കേസ് കൊടുത്താൽ എങ്ങനെയാ പറ്റുന്നത്? എന്ത് തോന്നിവാസത്തിനും ഒരു പ്രദേശം വിട്ടുകൊടുത്തതിനു ശേഷം കേസ് കൊടുത്താൽ മതിയോ? അല്ല, അതൊക്കെ എന്ത് നഗരസഭയാണ്? നഗരസഭയിൽ ഒരു പരിപാടി നടക്കുന്നതിന് മുൻപ് തോന്നിവാസത്തിന് വിട്ടുകൊടുക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നാളെ അവിടെ മൃഗബലി നടത്തുന്നു, എന്നിട്ട് കേസ് കൊടുത്താൽ മതിയോ? മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് നടക്കുന്ന ഒരു പ്രിമിസസ് ആണ് അവിടെ. അവിടെ എങ്ങനെയാണ് അനധികൃതമായ മറ്റുള്ള കടന്നത്? ചാലിശ്ശേരി തങ്ങൾക്ക് എന്താണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ റോൾ? എന്താണ് ചാലിശ്ശേരി തങ്ങളാണോ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെ സൗഖ്യമാകുന്നത്? അങ്ങനെയാണ് ഡോക്ടർ വേണം, അദ്ദേഹത്തെ ഏൽപ്പിക്കട്ടെ. അല്ല, BJPക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റും? മതപരമായ ചടങ്ങുകളില്ലാതെ ഏതെങ്കിലും ഉദ്ഘാടനം നടത്തുന്ന പതിവ് BJPക്കും ഇല്ല. സാധാരണ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ എത്ര പൂജകളാണ് നടത്തുന്നത്? അത് ഭരണഘടനാ സ്ഥാപനമല്ലേ? അവിടെ നടന്ന പൂജകളൊക്കെ എതിരെ കേസ് കൊടുക്കേണ്ടതല്ലേ?
അത് BJP-യുടെ ചടങ്ങാണെന്ന് തോന്നുന്നത് അങ്ങയുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം കൊണ്ടാണ് ഞാൻ പറയട്ടെ. അത് ഭാരതത്തിന്റെ ചടങ്ങാണ്. BJP അധികാരത്തിൽ വന്നപ്പോൾ മുതലല്ല. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന കാലഘട്ടം മുതൽ നടക്കുന്ന ചടങ്ങുകളാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ പോകാം, ആ ചടങ്ങുകളെല്ലാം നിരോധിക്കാൻ ആവശ്യപ്പെട്ടു. അത് ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗണപതി ഹോമം നടത്തുന്നത് മതപരമായ ചടങ്ങുകളായിട്ടാണ് ആരും പറയുന്നത്. അത് ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ പറയാനുള്ള ഉദാഹരണം 1947 അതിന് പുറകോട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് 52-ലെ പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം നെഹ്റു പ്രധാനമന്ത്രിയായ കാലഘട്ടം മുതൽ നടന്നുവരുന്ന ചടങ്ങുകളാണ്. നമുക്ക് അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ആവശ്യപ്പെടാം, ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെയല്ലല്ലോ ഇത്. ഇനി നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഏതോ ഒരു സ്കൂളിൽ, ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് അവിടെ ഒരു ഗണപതി ഹോമം നടത്തി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കേരളത്തിലുണ്ടായ പുകില്? അന്ന് മതേതരത്തിന്റെ അപ്പോസ്തലന്മാരെ എല്ലാവരും പുറത്തുകയറുന്നു പോവുകയായിരുന്നല്ലോ. കേരളത്തിൽ മതേതരത്വം തകരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ അട്ടഹാസം? അപ്പൊ മതേതരത്വം എന്ന് പറഞ്ഞാൽ വൺ വേ ട്രാഫിക്കാ? ഞാൻ ചോദിക്കുന്നത്, അതൊരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് ആയിരുന്നു. ഏതോ ഒരു സിംഗിൾ മാനേജ്, നമുക്ക് ആർക്കും അറിയില്ല. ഞങ്ങൾ തിരക്കിയപ്പോൾ അതിന്റെ ഭരണസമിതി കോൺഗ്രസ്സുകാരാണെന്നാണ് അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്കൂളിൽ പുതിയൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ ഒരു ഗണപതി ഹോമം നടന്നത് ആഗ്രഹിച്ചു, അയാൾ നടത്തി. എന്തായിരുന്നു അന്ന് കേരളത്തിന്റെ മതേതരത്തിൽ വിടിയുകയായിരുന്നില്ലേ? മതേതരത്വം തകരുകയായിരുന്നില്ലേ? മുഖ്യമന്ത്രി അടക്കം പോളിറ്റ് ബ്യൂറോ മുഴുവൻ പ്രതികരിച്ചല്ലോ. ഇത് സർക്കാർ സ്ഥാപനമാണ് സർ, ഞാനും നിങ്ങളും അടക്കം ടാക്സ് കൊടുക്കുന്ന സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റോട് കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണത്. അവിടെ എങ്ങനെയാണ് ഒരു അങ്ങനെ നാളെ മുതൽ അവിടെ നിസ്കാരങ്ങൾ നടത്തട്ടെ, ബെഞ്ചിരിപ്പ് നടത്തുമോ? എന്താണ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് കാര്യങ്ങൾ? നേരത്തെ മനസ്സിലാക്കാനായിട്ട് BJP കഴിഞ്ഞില്ലേ? അത് മന്ത്രിയോട് തന്നെ ചോദിക്കും. മന്ത്രിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? അപ്പൊ മന്ത്രിയുടെ അനുവാദത്തോടുകൂടിയാണോ നടന്നത്? സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന 2-3 നഗരസഭാ കൗൺസിലർമാർ BJP മനസ്സിലാക്കണമായിരുന്നു. മന്ത്രിക്ക് ഇന്റലിജൻസ് പറഞ്ഞ സംവിധാനം ഇല്ലേ സർ? കേരള പോലീസ് എന്തിനാണോ? ഇതിനെ ഞങ്ങൾ കാണുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ആപത്കരമായ പരിണനത്തിലേക്കാണ്. CPIM മുസ്ലിം സമാജത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, ശരീഅത്ത് നിയമം അടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും അത് BJP-യുടെ ജില്ലാ യോഗം നാളെ ഇന്ന് വൈകുന്നേരം ചേരുന്നുണ്ട്. ചേർന്നതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. നഗരസഭയിലേക്ക് മാർച്ച് അടക്കമുള്ള കാര്യങ്ങൾ BJP പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനൊരു ഭാരവാഹി യോഗം കൂടേണ്ടതുണ്ട്. വൈകുന്നേരം പ്രഖ്യാപിക്കും. ഓക്കെ.